Hello YouTube, welcome to another video. In this video I present you 14 tips from my side, from my personal experience that would be useful when you are riding a motorcycle. First and foremost thing, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഹെൽമെറ്റ്സ്. സോ ഹെൽമെറ്റ്സ് ചുമ്മാ വെക്കാനുള്ളതല്ല, പെറ്റി അടിക്കാതിരിക്കാൻ വെക്കാനുള്ളതല്ല. ഹെൽമെറ്റ്സ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഹെൽമെറ്റ് തന്നെയായിരിക്കണം. കാരണം നമ്മൾ കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ വഴി കിടക്കുന്നൊരു കല്ല് തട്ടി വീഴാം, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഒരു വണ്ടി വന്നിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു വണ്ടിയിൽ പോയി ഇടിച്ച് നമ്മൾ വീഴാം. അങ്ങനെ പല സാഹചര്യങ്ങളിലും നമ്മൾ ഫോൾ ആയാൽ, അതായത് നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ തലയാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം. അതിൽ നിന്ന് സേഫ്റ്റി തരുന്ന സംഭവമാണ് ഹെൽമെറ്റ്. അതുകൊണ്ട് ഹെൽമെറ്റ് നിങ്ങൾ ഒരിക്കലും വെക്കാതെ പോകരുത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ജാക്കറ്റ്സ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു റൈഡിങ് ജാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ലെവൽ 1 പ്രൊട്ടക്ഷനാണ്. ലെവൽ 2 ഒന്നും വേണ്ട. ലെവൽ 2 ഒക്കെ എന്തിന് വയ്ക്കുന്നത് വെച്ചാൽ, ലെവൽ 2 ഒക്കെ നമ്മൾ കുറച്ച് ടൂറിങ് പേർപ്പസിനായിട്ട് തന്നെ പോവുകയാണെങ്കിൽ ഓക്കെ, ലെവൽ 2 ഈസ് മാൻഡറ്റോറി എന്ന് തന്നെ ഞാൻ പറയും. അല്ലാത്ത നമ്മുടെ സാധാ കമ്പ്യൂട്ടുകൾക്കും ഒക്കെ നമുക്ക് ആക്ച്വലി ലെവൽ 1ൻ്റെ ജാക്കറ്റ്സ് മതി. തേർഡ് തിങ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബോട്ടംസ്, ദ ജീൻസ് എന്നുള്ളതല്ല, റൈഡിങ് പാൻസിന് ഇടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ജീൻസ് അത്യാവശ്യം നല്ലൊരു അബ്രാഷൻ റെസിസ്റ്റൻസ് തരുന്നുണ്ട്. സോ ജീൻസ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ വെൻ യു ആർ കമ്മ്യൂട്ടിങ്. പിന്നെ ഇപ്പോൾ പല ബ്രാൻഡുകളും ജീൻസ് ഇൻക്ലൂഡഡ് വിത്ത് ലൈക്ക് ജീൻസിനുള്ളിൽ തന്നെ അത്യാവശ്യം കുറച്ചുകൂടെ ഹയർ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലുള്ള ജീൻസ് ഇറക്കുന്നുണ്ട്. എനിക്ക് ബ്രാൻഡ് നെയിംസ് ഒന്നും അറിയാൻ പാടില്ല. ആൻഡ് ഫോർത്ത് തിങ് എന്ന് പറയുന്നത് ഓക്കെ, റൈഡിങ് ബൂട്ട്സ് തന്നെ ഇടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ പുറത്തൊരു കമ്മ്യൂട്ടിന് പോകുക, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ ഓഫീസിൽ പോവുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരികയാണ് എന്നൊക്കെ വിചാരിച്ച് പോവുകയാണെങ്കിൽ ഐ വുഡ് പ്രിഫർ ഷൂസ്. നമ്മുടെ ഷൂസ് ഉണ്ടല്ലോ, ചെരുപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ കുറവാണ്, വളരെ എക്സ്പോസ്ഡ് ആണ്. പക്ഷേ ഷൂസ് ആണെങ്കിൽ അത്യാവശ്യം സോൾ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ ഉരഞ്ഞ് തീരാൻ പറ്റും. ഓബ്വിയസ്ലി അറ്റ് ദി എൻഡ് അബ്രാഷൻ റെസിസ്റ്റൻസ് തന്നെയാണ്. നമ്മൾ ടൂറിനൊക്കെ പോവുകയാണെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂറിങ് ബൂട്ട്സ് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്, ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ, അതായത് ജീൻസ്, പാൻസ്, ഹെൽമെറ്റ്സ്, ബൂട്ട്സ്, ഈ 4 കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ കൈൻഡ് ഓഫ് ക്ലീഷയാണ്. ഇതിപ്പോൾ ഏത് ടിപ്സ് എടുത്ത് നോക്കിയാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതല്ലാണ്ട് നമ്മൾ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരണമെന്നുണ്ട്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് നൺ അതർ ദാൻ പോകുന്ന ഫ്രണ്ടിൽ കൂടെ പോകുന്നില്ലേ സംഭവം, ഇത് തന്നെയാണ്. ഓക്കെ, നോട്ട് ലിമിറ്റഡ് എന്നേ പറയുള്ളൂ. അതായത് ഹിയർ കംസ് എ 5th പോയിന്റ്. ഓൾവേസ് ബിവെയർ ഓഫ്, ഓക്കെ, ബിവെയർ ഓഫ് എന്ന് ഞാൻ പറയും. ഓൾവേസ് ബിവെയർ ഓഫ് ഓട്ടോറിക്ഷാസ്, സൈക്ലിസ്റ്റ്, പെഡസ്ട്രിയൻസ് ആൻഡ് ഓൾസോ ബസ്സസ്. ഈ 4 ഐറ്റംസ് വളരെ കെയർഫുൾ ആയിരിക്കണം. ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ആക്സസ് ഉള്ള പെഡസ്ട്രിയൻസിനാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹൈവേ കൂടെ, ഇതിപ്പോൾ കോളം ഹൈവേ ആണ്, ഹൈവേ കൂടെ പോയാലും ആൾക്കാർ അവിടെ നിന്നും എടുത്ത് ചാടാൻ എളുപ്പമാണ്. കാരണം 2 കാലം കൊണ്ട് ഓടിയാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് മൊബിലിറ്റി ആക്സസ് വരുന്നത് സൈക്ലിസ്റ്റിനാണ്. ഞാൻ പലരെയും കണ്ടിട്ടുള്ള സൈക്ലിസ്റ്റ് ആ ഒരു ലൈൻ, അങ്ങറ്റത്തെ ലൈനിൽ കൂടെ ചേർന്നേ പോകാറുള്ളൂ. അതുകൊണ്ട് അവർ ഒരു ത്രെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു പെട്ടെന്ന് വെട്ടിക്കാനുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് അവർക്ക് ആ ഏറ്റവും ലെഫ്റ്റ് വാക്കിംഗ് ലൈനിൽ നിന്നും അവർക്ക് മെയിൻ ലൈനിലോട്ട് കയറാൻ വലിയ പാടല്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് പോകുന്ന ഓട്ടോചാട്ടം വരെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും അത് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബസ്സുകൾ. നിങ്ങൾ ഈ 3 എണ്ണത്തിനെയും വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ബസ് ഒരു സ്പെഷ്യൽ കേസാണ്. കാരണം ബസ്സുകളിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെവി വണ്ടികളെയാണ്. ഓക്കെ, ഹെവി വണ്ടികളെ എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് വിസിബിലിറ്റി കുറവാണ്. അവരുടെ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നുള്ള വിസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് ഇപ്പോൾ ഇതേപോലത്തെ ഒരു സിഗ്നൽ അവർക്ക് ഫ്രണ്ടിൽ നിന്ന് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ, നമ്മൾ തൊട്ട് താഴെ അതിനോട് ചേർത്ത് മുട്ടി നിൽക്കുകയാണെങ്കിൽ അവർക്കത് കാണാൻ പറ്റണം എന്നില്ല. ഓക്കെ, ബിക്കോസ് ദർ ആർ നോ സൗണ്ട്സ്. നമ്മൾ എപ്പോഴും ഹോൺ അടിക്കണമെന്നില്ല, നമ്മൾ ചുമ്മാ തോന്നിയ പോലെ കയറിപ്പോവും. അതുകൊണ്ട് നമ്മൾ ബസ്സുകൾ അല്ലെങ്കിൽ വലിയ വണ്ടികളുടെ കേസ് വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിഗ്നൽസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. അദ്ദേഹം എന്തായി കാണിക്കുന്നത്, കുറച്ചുകൂടെ ഒതുക്കി നിർത്തിക്കൂടെ ഇങ്ങേർക്ക്. നമ്മളിൽ പലരും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ യെല്ലോ സിഗ്നൽ വരുമ്പോഴും നിർത്താതെ പോകുന്നൊരു സംഭവം. ഇപ്പോൾ യെല്ലോ സിഗ്നൽ വരുമ്പോൾ നിർത്താതെ പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു സീബ്ര ക്രോസ് ചെയ്ത് കഴിഞ്ഞു എങ്കിൽ വി ഷുഡ് നോട്ട്, നമുക്കതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ അല്ല, നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, നമുക്ക് സീബ്ര ക്രോസിങ്ങിലോട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, മഞ്ഞ കളർ ലൈറ്റാണ് എങ്കിലും പലരും
അത് മൈൻഡ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ ഞാൻ പറയും നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളിവിടെ നിന്ന് മഞ്ഞയാകുമ്പോൾ തന്നെ ഒരു ജംഗ്ഷനാണെങ്കിൽ നമ്മളിവിടെ നിന്ന് മഞ്ഞയാകുമ്പോൾ തന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ലൈക്ക് ഏതെങ്കിലും ഒരു സൈഡ് അപ്പുറത്തെ സൈഡ് ഒരു പച്ച കത്തണമല്ലോ, അതിനാണ് ഇവിടെ മഞ്ഞയാവുന്നത്. അവർ ഈ ഒരു മഞ്ഞയാകുമ്പോൾ തന്നെ അവിടെ ഒരു ഏകദേശം ഒരു 3 സെക്കൻഡ്സ് അല്ലെങ്കിൽ 2 സെക്കൻഡ്സ് ആയിരിക്കും. അപ്പോൾ പലരും ഈ 2 സെക്കൻഡ് ഗ്യാപ്പിൽ തന്നെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാരണം പലരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിനെ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു ബിഹേവിയറാണത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ വണ്ടി നിർത്തുകയില്ല, പക്ഷെ അവിടെ നിന്ന് വണ്ടി എടുക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് കണക്ക് കൂട്ടി വേണം നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മിറേഴ്സ്. പ്രോപ്പർ യൂസ് ഓഫ് മിറേഴ്സ്. നമുക്ക് എന്താ പറയാൻ, പലരും ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആക്ച്വലി ഒരു എന്താ പറയാൻ, എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ്. അതായത് ഞാൻ ഈ കാണുന്നത് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഒരു 70-30 എന്നൊക്കെയാണ് പറയാം. അതായത് ഒരു 70% ആൾക്കാരും മിറേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. 30% ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ ഒരു സാധനം എന്തിനാണ് ആ കണ്ണാടി അവിടെ വച്ചേക്കുന്നതെന്ന്. Okay, so let me tell you one thing. Mirrors are really, really important when you are riding any kind of vehicle. നിങ്ങൾ ഒരു കാർ ഓടിക്കുമ്പോഴായാലും ബൈക്ക് ഓടിക്കുമ്പോഴായാലും ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ബൈക്കിൽ വരുമ്പോൾ നമുക്ക് ആക്ച്വലി 2 സൈഡ് വ്യൂ മിറേഴ്സേ ഉള്ളൂ. പക്ഷേ കാറിൽ വരുമ്പോൾ ഒരു റിയർ വ്യൂ മിററുണ്ട്, 2 സൈഡ് റിയർ വ്യൂ മിറേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെല്ലാം നമ്മൾ അതിൻ്റെയൊക്കെ പൊട്ടൻഷ്യൽ എടുത്തിട്ട് വേണം നമ്മൾ ആ വണ്ടി ഓടിക്കാൻ. അത്രയും മിറേഴ്സ് വെച്ചിട്ടുണ്ട് എങ്കിൽ അത്രയും മിറേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലത്തെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കോവളം ബൈപ്പാസാണ്. അപ്പോൾ ഇതേപോലത്തെ റോഡുകളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ തോന്നും. ഓക്കെ, ഒരു 50-60 സ്പീഡെന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ സ്പീഡ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പോകുമ്പോൾ നമ്മൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമ്മുടെ വിഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. വാർത്തകളെന്ന് പറയുന്ന സ്പീഡിൽ പോയി ഇടിച്ച് വീണു എന്ന രീതിക്കാണല്ലോ. യെസ്, ഇറ്റ്സ് എ വാലിഡ് പോയിന്റ്. സ്പീഡിൽ പോകുമ്പോൾ എന്തുകൊണ്ട് ഇടിച്ച് വീഴുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷൻ ആക്ച്വലി വളരെ വളരെ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു സ്പീഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷനല്ല, നമ്മൾ കുറേ കൂടെ സ്പീഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷൻ ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ സൈഡ് മുഴുവൻ ബ്ലറായി പോകും. അതാണ് ഈ വിഷൻ ചുരുങ്ങുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നത് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് മാത്രമല്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ സൈഡിൽ നിന്ന് എടുത്ത് ചാടുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, പെട്ടെന്നല്ല കുറച്ചപ്പുറത്തുനിന്ന് ഒരാൾ എടുത്ത് ചാടുകയാണ്, പക്ഷേ നമ്മൾ ഇത്ര സ്പീഡ് പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരു പോസിബിലിറ്റി. 2, ഇതേ കേസ് വേറൊരു ചെറിയ റോഡ് അവിടെ നിന്ന് വരുന്നു, നമുക്ക് വിസിബിലിറ്റി ഇല്ല. ഓക്കെ, നമുക്ക് വിസിബിലിറ്റി ഇല്ല, ചെറിയ റോഡ് അവിടെ നിന്ന് ചേരുന്നുണ്ട്, ഒരു വണ്ടി വരുന്നു, നമ്മൾ കാണുന്നില്ല, ആ വണ്ടി നമ്മളായിട്ട് കൊളാപ്സ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ വിഷൻ ഇല്ലായ്മ സ്പീഡിൽ പോകുമ്പോൾ പണി തരാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ടു ബി മോർ വിജിലൻറ്റ്. നമ്മൾ എന്ത് പറയാൻ, കുറച്ചുകൂടെ പ്രിസൈസായിട്ട് പറയുകയാണെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയും. ഓവർ 80 ഒക്കെ പോവുകയാണെങ്കിൽ വിഷൻ ഈസ് മേജർ സ്റ്റഫ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ ആക്ച്വലി ഒന്ന് ഈ ഒരു കരുതലോട് കൂടി പോകുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അത് പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് വരുന്നത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഊഹിച്ചെടുക്കുകയാണ്. ഇന്നടത്തുനിന്ന് വരാൻ ചാൻസ് ഉണ്ട്, ഇന്നടത്തുനിന്ന് ആൾ ചാടാനുള്ള ചാൻസ് ഉണ്ട്, ഇന്നടത്ത് ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ആക്ച്വലി ഊഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് റോഡ്, വേറെ കട്ടഞ്ചും ക്രോസിങ്ങും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോകാം. പക്ഷേ ഇവിടെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഡുവൽ ലൈൻ ആയതുകൊണ്ട് എപ്പോൾ വേണം മറ്റ് വണ്ടികൾ അപ്പുറത്തും ഇപ്പുറത്തോട്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് പോവുക. ഇപ്പോൾ നമ്മളൊരു ജംഗ്ഷനിലെത്തി, ഓക്കെ, നമുക്ക് വിസിബിളായിട്ടുള്ള ജംഗ്ഷൻ ആണെങ്കിൽ ഓക്കെ, വി നോ വണ്ടികൾ അപ്പുറത്തും ഇപ്പുറത്തൊന്നും വരികയും ക്രോസ് ചെയ്യുകയും ചെയ്യും എന്ന് നമുക്ക് അത് ഊഹിച്ചെടുക്കാവുന്ന കാര്യമാണല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻറ്റിസിപ്പേഷൻ ഇതൊരു ചെറിയ ലെവൽ ആൻറ്റിസിപ്പേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ ആൻറ്റിസിപ്പേഷനാണ് നമുക്ക് ഇപ്പോൾ വിസിബിലിറ്റി കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ, പുതിയ റോഡിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, നമ്മൾ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിയേർഡായിട്ട് ഒരു പ്ലേസിൽ തോന്നുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതേപോലെ ബൈപ്പാസിൻ്റെ നടുക്ക് ചെടിയൊക്കെ വെച്ചിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആൾ കയറിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ മനസ്സിൽ കരുതണം, അതായത് ഇവിടെ ആൾക്കാർ ചാടാൻ ചാൻസ് ഉണ്ട്, എന്ന സ്ഥലങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതി ആ ഒരു ആൻറ്റിസിപ്പേഷനിൽ വേണം പോകാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് സ്ലോ ഡൗൺ ഫോർ എ ലിറ്റിൽ ബിറ്റ്, ജസ്റ്റ് സീ ഇഫ് ദർ ഈസ് സംതിങ് വിയേർഡ്. അപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൺട്രോൾ കിട്ടും. ഓക്കെ, പിന്നെ ചെറിയൊരു റോഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ഓഫ് റോഡ് പോലത്തെ സ്ഥലം പോലും കാണുകയാണെങ്കിൽ യു സ്ലോ ഡൗൺ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരുപക്ഷെ റോഡ് കാണില്ലായിരിക്കും, അവിടെ നിന്ന് കാറുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കാറുകളോ ബൈക്കുകളോ വന്ന് ചാടാനുള്ള ചാൻസ് ഒരുപാടാണ്.
ഇപ്പോൾ ചെറിയ വഴിയായ പോലും അതൊരു വഴിയാണല്ലോ. അപ്പോൾ അവിടെ കൂടെ ആൾക്കാർ വരാനുള്ള ചാൻസ് കുറവാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ലൈക്ക് ദാറ്റ്സ് ആൻറ്റിസിപ്പേഷൻ, ദ മോസ്റ്റ് സില്ലി തിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ആരും കാര്യമായിട്ട് എടുക്കാറില്ല. ദി ഇൻഡിക്കേറ്റേഴ്സ്, യെസ്, അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും സില്ലി ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ ആരും കാര്യമായിട്ട് എടുക്കാറില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാനൊക്കെ നമ്മൾ ചുമ്മാ അങ്ങ് ബൈക്കിലായാലും ഇപ്പം ഞാനും ഒരു പരിധി വരെയൊക്കെ ചെയ്യാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ ഒരുപാടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം, കാരണം നമുക്ക് നോക്കാനില്ല. ഓക്കെ, പക്ഷേ ദ ബെസ്റ്റ് വേ ഈസ് ടു യൂസ് ദം. ഓക്കെ, ബട്ട് എനിവേ, അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് തന്നെ പോവുക. കഴിവതും ഈ കൊച്ചിങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. വൈ? ബിക്കോസ് ആ കൊച്ചിങ്ങോട്ട് നോക്കി, അല്ല ഇങ്ങോട്ട് നോക്കാനുള്ളൊരു ശ്രമത്തിലായിരുന്നല്ലോ. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇതേപോലത്തെ ഹൈ സ്പീഡ് ഏരിയാസിൽ. ബൈപ്പാസ് എന്ന് പറയുമ്പോൾ ഒരു സ്പീഡ്, ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പല വണ്ടികളും, മിക്ക വണ്ടികളും നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ. ഓക്കെ, അവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലാതെ ഒരു പണി നടക്കില്ല. ഇനി ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ഇട്ടില്ല എന്ന് വെച്ചോളൂ, നല്ല പണിയായിരിക്കും നിങ്ങളെ കാത്തു വരുന്നത്. നിങ്ങൾ കാരണമായിരിക്കും അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഒരു രജിസ്റ്റേർഡ് വിർട്ടസ് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗോൾഡ് ഓർ സംതിങ്. ആൻഡ് ആ ഗോൾഡ് കളറിൻ്റെ കൂടെ അലോയ്സിൻ്റെ ബ്ലാക്കും കൂടെ ആകുമ്പോൾ ഇറ്റ്സ് മാസിവ് ഗോർജിയസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഒരു സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഏത് റോഡ് ആയാലും പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹൈവേക്ക് ആയിരിക്കും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയൊരു സ്ട്രീം ഓഫ് ഫ്ലോയാണ് നമ്മൾ ഡിസ്റപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ സ്ട്രീം ഓഫ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മെയിൻ റോഡ് എപ്പോഴും പ്രയോറിറ്റി ആയിട്ട് നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രീം ഓഫ് ഫ്ലോയെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയാണ് ആക്ച്വലി സർവീസ് റോഡിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ, അല്ലേ? ഇതേ കണ്ടില്ലേ, ഈ മെയിൻ റോഡിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് പതുക്കെ പോയാലേ ഇവിടുത്തെ ഉള്ള ആൾക്കാർക്ക് പോകാൻ പറ്റൂ, സർവീസ് റോഡിൽ നിന്ന് കയറുന്ന ആൾക്കാർക്ക്. നമ്മൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കയറുമ്പോൾ നമ്മൾ സ്ലോ ചെയ്ത് ഒന്നുകിൽ വണ്ടികൾ കുറവാണെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ട്രാഫിക് സ്ലോ ആണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് വേണം നമ്മൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, എത്ര പേർക്ക് ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് തന്നെ പറയാം, ഇമ്പോർട്ടൻസ് അറിയാം എന്നെനിക്ക് അറിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ഓൾവേസ് ഗിവ് പ്രയോറിറ്റി ടു ലോങ്ങർ വെഹിക്കിൾസ്. അതായത് നീളം കൂടിയ വണ്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. നീളം കൂടിയ വണ്ടികളെന്ന് പറയുമ്പോൾ ബസ്സസ്, ക്രെയിൻസ്, ട്രെയിലേഴ്സ്, പിന്നെ ടോയിങ് വെഹിക്കിൾസ്, അവർക്കൊക്കെ പ്രയോറിറ്റി കൊടുത്ത് വേണം പോകാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചുമ്മാ ബൈക്ക് ഓടിക്കുന്ന പോലെയോ കാർ ഓടിക്കുന്ന പോലെയോ ചുമ്മാ അങ്ങ് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളല്ല ഈ ഒരു നീളം കൂടിയ വണ്ടികളെന്ന് പറയുന്നത്. ദേ റിക്വയർ കൈൻഡ് ഓഫ് എ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ടു റൈഡ് ഇൻ. ഓക്കെ, അത് ഓടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ അതിൻ്റെ ലൈസൻസ് എടുത്ത് 1-2 തവണ ഓടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കുറച്ചെങ്കിലും എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ കൂടെ പറയുന്നതാണ്. ഒരുപാട് ലോഡ് വെച്ചിട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര സ്പീഡിൽ പോകാനും പറ്റില്ല. കാരണം ആ മൊമെൻ്റ് ഉള്ളതുകൊണ്ട് സ്പീഡ് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കാൻ പാടാണ്. പക്ഷേ സ്പീഡ് കുറവാണെങ്കിൽ കൂട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്നത്. വിഷയമില്ല. അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഹോൺ അടിക്കുകയോ എന്ത് വേണോ ചെയ്യുമോ. ഓക്കെ, അപ്പോൾ ഹോണിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർ ഹോങ്കിങ്. വൈ ആർ യു ലൈക്ക്, come on man, I don't know why people are like this. Obviously പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിൽക്കാൻ മടിച്ച്, അല്ലെങ്കിൽ എന്തിനടാ നീയൊക്കെ നിർത്തുന്നത്, എടുത്തുകൊണ്ട് പോക്കൂടെടാ എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ച് അവൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ പ്രാവി ഹോണി നിർത്താതെ അടിക്കുന്ന ശീലം. സോ അത് പൊതുവെ ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. ഓക്കെ, അറിഞ്ഞുകൂടാത്ത കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ പുറകിൽ വണ്ടിയായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഹോൺ അടിച്ച് ശല്യം ചെയ്യുമായിരിക്കും. നമ്മൾ വിചാരിക്കുമ്പോൾ ഇവൻ എന്തിനാണ് ഇവിടെ നിർത്തുന്നത്, അവനെ എടുത്തുകൊണ്ട് പോക്കൂടെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവന് മാത്രമേ അറിയാം അവൻ്റെ ഫ്രണ്ടിൽ എന്താണെന്ന്. കാരണം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഒരു പക്ഷേ അവൻ സിഗ്നൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൽ ഒരു പക്ഷേ വേറൊരു ബൈക്കുകാരൻ നിൽക്കുന്നുണ്ടാവും, അവൻ്റെ വണ്ടി ഓഫായി പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ സൈക്കിളിസ്റ്റ് നിൽക്കുന്നുണ്ടാവും, പുള്ളിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അമ്മച്ചിമാരോ അപ്പൂപ്പന്മാരോ പ്രായമുള്ള ആൾക്കാരെങ്കിലും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മളിവിടെ കിടന്ന് പേന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഹോൺ അടിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്, ആ ടൈമിൽ നമ്മൾ ഹോൺ അടിക്കാറില്ല. അതായത് നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 2 തവണ ട്വൈസ് നമ്മൾ ഹോങ്ക് ചെയ്തിട്ട് കയറുക. അതെന്തിന് നമ്മൾ ട്വൈസ് ഹോങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ട്വൈസ് ഓർ ത്രൈസ്
ഒരുപാടാവരുത്, പക്ഷേ ഒരുപാട് കുറഞ്ഞും പോകരുത്. ഓക്കെ, നമ്മൾ എന്തിനു ഹോൺ അടിക്കുന്നു വെച്ചാൽ, ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്തിനു ഹോൺ അടിക്കുന്നു വെച്ചാൽ, വി ആർ ലെറ്റിംഗ് ദി വെഹിക്കിൾ ഡ്രൈവർ ഇൻ അവർ ഫ്രണ്ട് നോ ദാറ്റ് വി ആർ ഹിയർ ട്രൈങ് ടു ഓവർടേക്ക് യു. ഓക്കെ, നമ്മൾ പുള്ളിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മളിവിടെ ഉണ്ട്, നമ്മളൊന്ന് പരിഗണിക്കണം എന്ന് വിചാരിച്ച് എന്താ പറയാൻ എന്നെന്ന് സ്ഥിരീകരിക്കാനാണ് നമ്മൾ ആക്ച്വലി ഹോങ്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആക്ച്വലി ഹോങ്കിങ്ങിൻ്റെ മെയിൻ റീസൺ ആകേണ്ടതും. പല വണ്ടികളും ആവശ്യമുള്ള ഹോൺ അടിച്ചാലൊന്നും മാറാറില്ല, അതുകൊണ്ട് നമ്മൾ നീട്ടി അടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ചുമ്മാ അങ്ങ് വരിക. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് ബി പേഷ്യൻറ്റ്. അത്രേ ഉള്ളൂ, ബി പേഷ്യൻറ്റ്, ഓൾവേസ് ബി പേഷ്യൻറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓപ്പൺ റോഡിൽ കൂടെ പോകുന്ന പോലെയല്ല നമ്മൾ ഒരിക്കലും ഈ ഒരു സിറ്റി റോഡിൽ കൂടെ പോകുമ്പോൾ. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓബ്വിയസ്ലി ഓപ്പൺ റോഡെന്ന് പറയുന്നത് ഓപ്പണാണ്, അത്രയും സ്ഥലമുണ്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാനും സ്പീഡിൽ പോകാനും ഒന്ന് പെട്ടെന്ന് നിർത്തണമെങ്കിലും ഒക്കെ നമുക്ക് അത്രയും പ്ലേസ് ഉണ്ട്. ഓക്കെ, പക്ഷേ നമ്മളൊരു സിറ്റി റോഡിൽ കൂടെ പോകുമ്പോൾ അങ്ങനെയല്ല. സിറ്റി റോഡ്സ് കൺജസ്റ്റഡ് ആണ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിനകത്തുള്ള സിറ്റി റോഡ്സൊക്കെ വളരെ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം പോകാൻ, നമ്മൾ കുറച്ച് സ്പീഡ് കുറച്ച് പോവുക. നമ്മുടെ കേരളത്തിലെ റോഡുകൾ വളരെ ചെറുതാണ്. ഓക്കെ, വളരെ ചെറുതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ആവശ്യം അങ്ങനെയൊക്കെ പോകാൻ? ആ ഓട്ടോക്കാരൻ എന്തിനാണ് ചവിട്ടിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതും കാണിക്കുന്നു. അവനിപ്പോഴാണ് ക്രോസ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് എന്തോ ചെയ്യാനാണ്. ഓക്കെ, എന്തായാലും ബി പേഷ്യൻറ്റ്. ഇങ്ങനത്തെ കേസുകളിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനവിടെ സ്ലോ ചെയ്യാൻ പറ്റിയത് ഞാൻ പതുക്കെ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറച്ചുകൂടി ആഡ് ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെന്താ, ജനറലായിട്ട് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഈ ഓട്ടോ പാർക്ക് ചെയ്ത് നോക്കി, നീ മൂടെ പുറത്ത് കൊള്ളിക്കുന്ന രീതിയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, എന്തോ പാർക്കിംഗ് ആണ്. Okay, so if there are any other concerns or queries, just comment on the comment box. I will surely reply. പിന്നെ if you haven't subscribed to my channel, please do subscribe. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം, ഒരു ഓഫ് റോഡ് ടോപ്പിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു റൈഡിൻ്റെ ടോപ്പിക്കായിട്ടോ നമുക്ക് കാണാം. Till then, see you and I will see you in the next video. Bye bye.